ഒന്ന് പുറത്തിറങ്ങി വെയിൽ കൊണ്ടാൽ ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്താൽ ഉറക്കം ശരിയായില്ലെങ്കിലൊക്കെ തലവേദന ഇതൊക്കെ ഒരു പക്ഷേ നമുക്ക് മൈഗ്രെയിൻ കാരണമാകാം. നമുക്ക് ചെറുപ്പത്തിലാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഈ 50 വയസ്സിന് ശേഷം വരുന്ന തലവേദന നമുക്ക് മൈഗ്രെയിൻ ആണെന്ന് കൺഫേം ചെയ്യണം. അതിന് നമ്മൾ CT അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്യണം. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ നമ്മുടെ ചണവിത്ത്, ഇലക്കറികൾ, ഫൈബർ റിച്ച് ഫുഡ്സൊക്കെ ഉൾപ്പെടുത്തിയാൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ തലവേദന കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഹായ്, ഞാൻ ഡോക്ടർ നീരാഞ്ജന. നമുക്ക് പലർക്കുമുള്ള പ്രശ്നമാണ് ഒന്ന് പുറത്തിറങ്ങി വെയിൽ കൊണ്ടാൽ ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്താൽ ഉറക്കം ശരിയായില്ലെങ്കിലൊക്കെ തലവേദന ഇതൊക്കെ ഒരു പക്ഷേ നമുക്ക് മൈഗ്രെയിൻ കാരണമാകാം. ഇന്ന് മൈഗ്രെയിൻ വളരെ കോമൺ ആണ്. 10 കോടി ജനങ്ങൾ മൈഗ്രെയിൻ അനുഭവിക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് കൂടുതൽ. അതും സ്ത്രീകൾക്ക്. പുരുഷന്മാരെ അനുബന്ധിച്ച് സ്ത്രീകളിലാണ് തലവേദന കൂടുതൽ കാണുന്നത്. അതിൻ്റെ പ്രധാന കാരണം നമുക്ക് ഈ ഹോർമോൺ വേരിയേഷനൊക്കെ ഉള്ളത് കൊണ്ടാണ്. കൂടുതലും മൈഗ്രെയിൻ തലവേദന നമുക്കൊരു 12-13 വയസ്സ് മുതൽ തുടങ്ങും. അതങ്ങനെ ഒരു 50 വയസ്സ് വരെ ഉണ്ടാകും. 50 വയസ്സ് കഴിഞ്ഞാൽ അതിൻ്റെ കാഠിന്യം കുറയും. അതായത് നമ്മൾക്ക് ഒരു മെൻസസ് ആകുന്നത് മുതൽ മെൻസസ് നിൽക്കുന്ന സമയം വരെ ചെറുപ്പത്തിൽ നമുക്ക് തലവേദന കൂടുതലും ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ അതിൻ്റെ കാഠിന്യം കുറയും. ഇനി എന്തൊക്കെയാണ് നമുക്ക് തലവേദനയുടെ കാരണങ്ങൾ നോക്കാം. ടിപ്പിക്കലി പറയുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. കൂടുതലും മൈഗ്രെയിൻ ഉള്ളവർക്ക് അറിയാൻ കഴിയും. അവർക്ക് തലവേദന വരുന്നതിന് മുൻകൂട്ടി തന്നെ അറിയാൻ സാധിക്കും, എനിക്ക് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ മൈഗ്രെയിൻ വരാൻ സാധ്യതയുണ്ടെന്ന്. ഇതിൻ്റെ പ്രധാന കാരണം നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് സ്ട്രെസ് എടുക്കുന്നവർക്ക്, ഉറക്കം ശരിയില്ലാതിരിക്കുക, നമ്മൾ പുറത്തിറങ്ങി വെയിൽ കൊണ്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സ്മെല്ല്, അല്ലെങ്കിൽ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്താലോ, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ സമയം തെറ്റി കഴിച്ചാലോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ദഹനം ശരിയായില്ല, ഈ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് മൈഗ്രെയിൻ കാണും. പിന്നെ അതുപോലെ അമിതമായിട്ട് മദ്യപാനമുള്ളവരിലും പുകവലിക്കുന്നവരിലും കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ ശതമാനം പാരമ്പര്യ രോഗമാണ്. പാരമ്പര്യ രോഗമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പാരൻസിനുണ്ടെങ്കിൽ നമ്മൾക്കും വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് എൻ്റെ അച്ഛനമ്മയ്ക്കും മൈഗ്രെയിൻ ഉണ്ട്, എനിക്ക് വരണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. കൂടുതലായിട്ട് ഈ മൈഗ്രെയിൻ തലവേദനയ്ക്ക് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്ന് പ്രൊഡ്രോമൽ സ്റ്റേജ്, പിന്നെ ഓറ, പിന്നെ പോസ്റ്റ് ഡ്രോമൽ സ്റ്റേജ്. പ്രൊഡ്രോമൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ വളരെ ശക്തമായ തലവേദനയായിരിക്കും അവർക്ക്. ഓറ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണ് കാണാതിരിക്കുക, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിൽ എന്തോ എണ്ണ പോയ പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു വലയം, നമ്മളല്ലെങ്കിൽ എന്തെങ്കിലും നോക്കി വായിക്കുമ്പോൾ ഒരു പൈപ്പിൻ്റെ ഉള്ളിലൂടെ നോക്കി വായിക്കുന്ന പോലെയൊക്കെ തോന്നും. ഇങ്ങനെ വരുന്ന തലവേദന ഭയങ്കര ശക്തമായ തലവേദനയായിരിക്കും. അവർക്ക് ഈ തലവേദന 2-3 ദിവസം വരെ നിൽക്കാം. ചിലർക്ക് മൈഗ്രെയിൻ തലവേദന ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാകും. ചിലർക്കൊന്ന് വൊമിറ്റ് ചെയ്താൽ ശരിയാകും. ചിലർക്ക് ഈ തലവേദന 2 മുതൽ 3 ദിവസം വരെ നിൽക്കാം. ഇങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോൾ ധാരാളമായിട്ട് പെയിൻ കില്ലേഴ്സ് എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പെയിൻ കില്ലേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെ ചീത്ത രീതിയിൽ തന്നെയാണ് ബാധിക്കുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഡ്രോമൽ സ്റ്റേജ്. പോസ്റ്റ് ഡ്രോമൽ സ്റ്റേജിനെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ശക്തമായ തലവേദന തന്നെയായിരിക്കും. ഇതിനോടനുബന്ധിച്ച് മലബന്ധ തടസ്സം, അതുപോലെ കൈകാലിൽ മരവിപ്പ് അനുഭവപ്പെടുക, ഭയങ്കര ക്ഷീണമെല്ലാം തോന്നും. പിന്നത്തെ ഒരു കാരണം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ രുചി, മണം എല്ലാം അറിയാനുള്ള കഴിവ് നമ്മുടെ അവയവങ്ങളിൽ നിന്ന് തലച്ചോറിലേക്ക് എത്തിക്കുന്നത് ന്യൂറോൺസ് ആണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എന്തെങ്കിലും തടസ്സമോ അല്ലെങ്കിൽ അത് അമിതമായി പ്രവർത്തിക്കുകയോ ചെയ്താൽ നമുക്ക് തലവേദന വരാം. അതുകൊണ്ടാണ് ചില സ്മെല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു കാര്യം നമ്മൾക്ക് പിടിക്കാതെ വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മൈഗ്രെയിൻ ആണോ എന്ന് കൺഫേം ചെയ്യണം. ഇതിന് പ്രത്യേകിച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. കൂടുതൽ രോഗികളുടെ രോഗലക്ഷണത്തിലൂടെ തന്നെ നമുക്കിത് മൈഗ്രെയിൻ ആണോ എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കും. പിന്നെ ചില കേസുകളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഒരു 50 വയസ്സിന് ശേഷം വരുന്ന തലവേദന നമ്മുടെ മൈഗ്രെയിൻ്റെ സെയിം രോഗലക്ഷണം തന്നെയാണെങ്കിലും ഇത് ചിലപ്പോൾ മൈഗ്രെയിൻ ആവണമെന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, മൈഗ്രെയിൻ പൊതുവേ നമുക്ക് ചെറുപ്പത്തിലാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഈ 50 വയസ്സിന് ശേഷം വരുന്ന തലവേദന നമുക്ക് മൈഗ്രെയിൻ ആണെന്ന് കൺഫേം ചെയ്യണം. അതിന് നമ്മൾ CT അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്യണം. എന്നിട്ട് മൈഗ്രെയിൻ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ നമ്മുടേതായ ട്രീറ്റ്മെൻറ്റ് നോക്കിയാൽ മതിയാകും. കൂടുതലും മൈഗ്രെയിൻ പേഷ്യൻസിൻ്റെ തലവേദന എന്ന് പറയുന്നത് 1 സൈഡഡ് ആയിരിക്കും. അതായത് നമ്മുടെ തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും വേദനയ്ക്കുക. ചിലപ്പോൾ വലത്തേ സൈഡായിരിക്കാം, ചിലപ്പോൾ ഇടത്തേ സൈഡായിരിക്കാം. അതുപോലെ കണ്ണിൻ്റെ സൈഡിലുള്ള വേദന ഉണ്ടാകും, തലയുടെ പിൻഭാഗത്ത് വേദന ഉണ്ടാകാം, കഴുത്തിൻ്റെ സൈഡ് വേദന ഉണ്ടാകാം, നോസി ഉണ്ടാകാം, വൊമിറ്റിംഗ് ഉണ്ടാകാം, ഭയങ്കര ക്ഷീണമായിരിക്കും, കൈകാൽ മരവിപ്പ് ഉണ്ടാകാം, പിന്നെ വയറ് ശരിയില്ലാതിരിക്കുക, മലബന്ധ തടസ്സം തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകും. ഇതിന് പ്രോപ്പർ റെസ്റ്റ് തന്നെ വേണം. ചിലപ്പോൾ നമുക്ക് നന്നായി ഉറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ പലരും പെയിൻ കില്ലേഴ്സൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ശാശ്വതമല്ല. അതല്ല നമുക്ക് എന്താ പറയുക, ഒരു സ്ഥിരമായിട്ടുള്ളൊരു ശാശ്വത പരിഹാരമല്ലല്ലോ. ഇനി നമുക്ക് എങ്ങനെ മൈഗ്രെയിൻ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ഇതിനെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ട്രിഗറിങ് ഫാക്ടർ, അത് കണ്ടുപിടിച്ച് ഒഴിവാക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, ചില പേഷ്യൻസിന് ചില ഫുഡ് പറ്റില്ല എന്ന്. ചിലർക്ക് ചോക്ലേറ്റ് ആയിരിക്കും, ചിലർക്ക് എന്തെങ്കിലും നോൺ വെജ് ആയിരിക്കും, ചിലർക്ക് ഗ്യാസ് ഉള്ള എന്തെങ്കിലും ഫുഡ് കഴിച്ചാലായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ട്രിഗറിങ് ഫാക്ടർ നമുക്കറിയുമെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം.
അതുപോലെ ഉറക്കം വളരെ മസ്റ്റാണ് മൈഗ്രെയിൻ പേഷ്യൻസിന്. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കണം. അതുപോലെ വെള്ളം കൂടി കുറഞ്ഞാലും തലവേദനിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അതൊരു കോസാണെങ്കിൽ വെള്ളം കുടിക്കുക. 12 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാം. അതുപോലെ പുറത്തിറങ്ങുമ്പോൾ വെയിൽ കൊണ്ടാൽ പറ്റില്ല എന്നാണെങ്കിൽ ഒരു കുടയൊക്കെ എടുത്ത് നമ്മൾക്ക് ഇറങ്ങാം. പിന്നെ ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ നിന്ന് പയറ്, പരിപ്പ്, കടല തുടങ്ങിയവയെല്ലാം കുറയ്ക്കുക. പിന്നെ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും ആഹാരം കഴിച്ച് കിടക്കാൻ. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിൽ ഈ രാത്രി പയറ്, പരിപ്പ്, കടല പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഉച്ചയ്ക്ക് കഴിച്ചാലും വലിയ കുഴപ്പമില്ല, പക്ഷേ രാത്രി പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. എന്നിട്ട് കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും ഭക്ഷണം കഴിക്കണം. അതുപോലെ IT വർക്കേഴ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ അവർക്ക് തലവേദന വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ എക്സസൈസ് ആണ് അവരുടെ കഴുത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ 10 സെക്കൻഡ് ഇതുപോലെ ഹോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ അവിടുത്തെ മസിൽസ് സ്ട്രെച്ച് ആകും. അപ്പോൾ അവിടുത്തെ മസിൽ സ്ട്രെച്ച് ആകുമ്പോൾ അവർക്ക് തലവേദന കുറയും. ഇതും ഒരു നല്ല എക്സസൈസ് ആണ്. പിന്നെ ഇവർ കുടിക്കുന്ന വെള്ളത്തിൽ, അത് എല്ലാവർക്കും, നമുക്ക് മൈഗ്രെയിൻ പേഷ്യൻസിന് എല്ലാവർക്കും കുടിക്കാം. നന്നാറി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. അതുപോലെ കരിഞ്ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. പിന്നെ ഇവരുടെ ഭക്ഷണത്തിൽ മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉൾപ്പെടുത്താം. കാരണം അവർക്ക് അതുകൊണ്ട് ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് മൂലമുള്ള തലവേദനയാണെങ്കിൽ അത് കുറയും. അപ്പോൾ ഇതൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ സ്ത്രീകളിൽ ഹോർമോൺ വേരിയേഷൻ കാരണം വരുന്ന തലവേദനയാണെങ്കിൽ നമുക്ക് യോഗ, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്താൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. നമുക്ക് ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും ഇലക്കറികളെല്ലാം നല്ലത് തന്നെയാണ് നമ്മളുടെ തലവേദനയ്ക്ക്. കാരണം നമ്മളുടെ ഈ വെജിറ്റബിൾസും ഇലക്കറികളെല്ലാം ധാരാളം കഴിക്കുമ്പോൾ അനീമിയൊക്കെ ആണെങ്കിൽ അതെല്ലാം കുറഞ്ഞു കിട്ടും. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന തലവേദന നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ നമ്മുടെ ചണവിത്ത്, ഇലക്കറികൾ, ഫൈബർ റിച്ച് ഫുഡ്സൊക്കെ ഉൾപ്പെടുത്തിയാൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ തലവേദന കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അച്ചാർ, എരിവ്, പുളി, പപ്പടം കുറയ്ക്കുകയോ ചെയ്താൽ അതും വളരെ നല്ലതാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ തലവേദന കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് കൂടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 2 മുതൽ 3 മാസത്തിനുള്ളിൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്